ചങ്ങായിമാരെ, ഈ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? മലണ്ടീവിലിരുന്നു കൊണ്ട് കുറച്ച് ചാണകങ്ങൾ എല്ലാ മേഖലയിലും ഇസ്ലാം വൽക്കരണം നടക്കുന്നു. ഇപ്പോൾ ഇതാ ഫുട്ബോളിലും ഇസ്ലാം വൽക്കരണം വരുന്നു എന്നാണ് ഈ ചാണകങ്ങളുടെ പുതിയ കണ്ടുപിടുത്തം. അപ്പോൾ ഇവന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇസ്ലാം മതം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന്, എല്ലാ മേഖലയിലും ഇസ്ലാം വൽക്കരണം നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇസ്ലാം എല്ലാ മതത്തേക്കാളും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മതമാണ് എന്ന് ഈ ചാണകങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഫുട്ബോളിൽ ഇസ്ലാം വൽക്കരണം വന്നാൽ എന്തൊക്കെയായിരിക്കും അവസ്ഥ? തലയിൽ തൊപ്പിയുണ്ടാകും, അതുപോലെ കളിക്കാൻ ചിലപ്പോൾ തുണിയായിരിക്കാം, ട്രൗസറിന് പകരം തുണിയായിരിക്കാം, അങ്ങനെ പല പല വേഷങ്ങളും പല പല നിയമങ്ങളും ഉണ്ടാകും. എന്താലേ സംഘികളെ, പറയുന്നതിലും ഒരു ഔചിത്യം വേണ്ടേ? എന്താലേ, അന്തമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉത്തരേന്ത്യയിലുള്ള ജനങ്ങളെക്കാൾ അധപ്പതിച്ചു പോയി കേരളത്തിലെ ചാണകങ്ങൾ. ഇതുപോലത്തെ ചർച്ചകൾ ജനൻ ടി വിയിലല്ലാതെ മറ്റൊരു ചാനലും ഉണ്ടാവില്ല. ഈ ജനൻ ടി വി ചാനലിനെ കുറിച്ചും അതുപോലെ ഇവന്മാർ പറയുന്ന ഈ പൊട്ടത്തരത്തെക്കുറിച്ചും നമ്മുടെ അൻസാരി ഉസ്താദ് വളരെ നന്നായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം. ഫുട്ബോള് ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്. ഫുട്ബോളിൻ്റെ ലീഗുകൾ ശക്തമായുള്ള രാജ്യങ്ങൾ നോക്കി, അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിന് 15 വർഷത്തിനിപ്പുറത്തേക്ക് ഇസ്ലാമികവൽക്കരണം ശക്തമായില്ലേ? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതുപോലെ തന്നെ മറ്റ് ലീഗുകളിലേക്ക് ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ ചേച്ചിൻ്റെ ഊപ്പാടളയും. ഞാൻ ഇനി നിങ്ങളോടൊക്കെ ഒരു സഹായാഭ്യർത്ഥന ചോദിക്കും. ഇപ്പോഴല്ല, ഈ ജനൻ ടി വിയിലെ അവതാരകർക്ക് വേണ്ടിയാണ്. 10 കൊല്ലം കൊണ്ട് ഉമ്മാരെല്ലാം മാനസിക രോഗികളാണ്. തീർച്ചയാണ്, കാരണം അത്രയും ടോക്സിക് അവസ്ഥയിലേക്കാണ് പോവുക. ഈ ജനൻ ടി വിയിൽ പരിപാടി നടത്തുമ്പോൾ പറയണം, നിങ്ങൾക്ക് ചിലപ്പോൾ 10-40,000 രൂപ മാസം ശമ്പളം കിട്ടുമായിരിക്കും. ഇതിനേക്കാളും നല്ലത് നിങ്ങൾ ഏതെങ്കിലും നഗരമധ്യത്തിൽ പോയി നിക്കർ കച്ചവടം നടത്തുന്നതാണ്. അതാകുമ്പോൾ നിങ്ങളുടെ മാനസിക ആരോഗ്യമെങ്കിലും നിലനിൽക്കും. നിങ്ങളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ രാവും പകൽ ഇസ്ലാമികവൽക്കരിക്കുന്നു. അപ്പോൾ നിങ്ങളും ചിന്തിക്കണ്ടേ, നിങ്ങൾക്കും ഇതുപോലെ വൽക്കരണം നടത്താവില്ല? ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റൊക്കെ ഇട്ടിട്ട് പല സംഗതികളും നമ്മൾ കൊണ്ടുവന്നല്ലോ. എന്നിട്ട് ജനമനസ്സിൽ അതൊന്നും സ്വാധീനം ചെലുത്തുന്നില്ലല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ ഈ മേഖലകളെല്ലാം എന്താണ് ഈ പറയുന്നത്? വലിയ വലിയ വേൾഡ് കപ്പുകളൊക്കെ മുസ്ലിങ്ങൾ ഇസ്ലാമികവൽക്കരിക്കുന്നു. അപ്പോൾ ഇസ്ലാമികവൽക്കരിക്കപ്പെടുമ്പോൾ ഇസ്ലാമിക അങ്ങനെയുള്ള സാധ്യതകൾ അത്തരം വൽക്കരണം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടുന്നുണ്ടല്ലേ? ഈ ഇസ്ലാം ഒരു മഹാസംഭവമായി മാറുകയാണല്ലോ. ഇവിടെയുള്ള സാധുക്കളായ നീയൊക്കെ കൊണ്ടു നടക്കുന്ന ആദർശങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും വേണ്ട. എന്തുകൊണ്ടാണ്? ഈ വാതുറന്ന വാനാറ്റമാണ്. പ്രീമിയർ ലീഗ്, മുസ്ലിം ലീഗ്, കളിക്കളത്തിൽ അബ്ദുറഹ്മാൻ കുട്ടി ഇറങ്ങി, ഉസ്മാൻ കുട്ടി ഇറങ്ങി, അബൂബക്കർ കുട്ടി ഇറങ്ങി. എന്തൊരവസ്ഥയാണ്! 24 മണിക്കൂർ ഈ ഒരു ചർച്ചയല്ല. നിങ്ങൾ എന്തെങ്കിലും മനുഷ്യർക്ക് ഉപയുക്തമാകുന്ന നിലയ്ക്ക്, മനുഷ്യർക്ക് ചിന്താശേഷിയെ വളർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നന്മ അതിനകത്ത് പറയുന്ന കൊച്ചി ടി വിയിൽ നിങ്ങൾ ഒരു സമൂഹത്തെ മുസ്ലിമീങ്ങളുടെ പിന്നാലെ തിരിച്ചുവിട്ട് മുസ്ലിം സമുദായം ചവിട്ടിക്കയറേണ്ട മുഴുവൻ പടികളും നിങ്ങളെ ശ്രദ്ധിക്കാതെ സാധ്യമാക്കുമ്പോൾ, അവരാകാശത്തോളം ഉയർന്ന് പൊന്തി നിൽക്കുമ്പോൾ, നിങ്ങൾ അന്ന് മുസൽമാൻ്റെ മുണ്ടിൻ്റെ കോലായി പിടിച്ച് പിന്നാലെ നടക്കും. നമ്മൾ ഈ അയലത്തുകാരൻ നന്നാകുന്നത് കണ്ട് കുശുമ്പ് പിടിക്കുമ്പോൾ നമ്മളെ അയലത്തുകാരൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ഓരോ പടികളും ചവിട്ടിക്കയറുമ്പോൾ നമ്മൾ അവനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കും. അവൻ വളരുകയും ചെയ്യും. നമ്മൾ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു പടി മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാവില്ല. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അതേസമയത്ത് ഇവിടുത്തെ സാധാരണക്കാരായ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെയൊക്കെ ജീവിത നിലവാരം കണ്ടില്ലേ? അവർ മുസ്ലിമീങ്ങളോടും ക്രൈസ്തവരോടും ഒക്കെ സഹവർത്തിത്വത്തോട്, സ്നേഹത്തോട്, പാരസ്പര്യത്തോട് എന്ത് മനോഹരമായിട്ടാണ് അവർ ജീവിക്കുന്നത്, എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പ്രവാസികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ വിളിക്കും. ഞാൻ പല വോയിസുകളും പങ്കുവച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ സന്തോഷം എത്ര വലുതാണെന്നറിയാം. നീയൊക്കെ ഒരു ദിവസമെങ്കിലും കക്കൂസിൽ 2 മിനിറ്റ് സമാധാനത്തിൽ ഫ്രീ മൈൻഡിൽ നിന്നിട്ടുണ്ടാകും. ഇരിക്കാൻ പറ്റൂല. എവിടെങ്കിലും ഒരിച്ചിരി ഭക്ഷണം മേടിച്ച് ആസ്വദിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കണ്ണാടി വെച്ച് വരുത്തുണ്ട്. അവൻ്റെ പ്രഷറൊക്കെ എന്തുവാ? അവൻ്റെ കണ്ണാടി വെച്ച് അവൻ്റെയൊക്കെ കേട്ടാ, അവൻ്റെ എന്തെങ്കിലും പിന്തുവാരൊക്കെ പൊളിഞ്ഞു പോകും. അമ്മാതിരി പ്രഷറാണ് അവൻ്റെ. എടാ, നീയൊക്കെ പോയി കിടന്ന് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങടാ. പിള്ളേരെയും 12 മണിക്ക് 1 മണിക്ക് കളിയൊക്കെ കണ്ടിട്ട് സമാധാനത്തെ പോയി അഴിച്ച് പൊളിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോഴും നീയൊക്കെ എന്തുവാ? ദേ ഫുട്ബോൾ വരെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. ഇനിയും വൽക്കരിക്കപ്പെടും, ഇനിയും വൽക്കരിക്കപ്പെടാനുണ്ട്. അങ്ങനെ ഇസ്ലാം ഇങ്ങനെ എല്ലാ സമൂഹത്തിലേക്കും എല്ലാ മേഖലയിലേക്കും എത്തിച്ചേരുന്ന ആ ഒരു ഭയം കാരണം നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നില്ലേ? ഇതിങ്ങനെ അതിൻ്റെ
എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ദേ കയറിപ്പോണേ ദേ കയറിപ്പോണേ ദേ കയറിപ്പോണേ എന്ന് കരയും. അതങ്ങ് കയറിപ്പോയിക്കൊണ്ടേയിരിക്കും. നമ്മളോ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവർ എന്ത് ചെയ്യാനാണ്?